ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് പുതിയതായിട്ട് എത്തിയിട്ടുണ്ട്. പ്ലാന്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് സൈസും റേറ്റും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുക. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അതുപോലെ ഞാൻ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും ട്രാക്കിംഗ് നമ്പർ അയക്കാറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നമ്പർ കിട്ടിയില്ല എങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യുക. അപ്പോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്ത് എത്രയും വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് കൈപ്പറ്റുക. താമസിക്കരുത്. താമസിച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഡാമേജ് ആവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ബ്ലൂ ഡേയ്സ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ ചെറിയ ചെടികളായിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ തരും. ഒരു പ്രത്യേക കളറിലുള്ള പൂക്കളാണ്. നമുക്ക് ചെറിയ ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ അതല്ലാതെ ചെറിയ പോട്ടുകളിലോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു സൈസായിരിക്കും നമ്മൾ അയക്കുന്ന പ്ലാന്റ് വരിക. അപ്പോൾ ബ്ലൂ ഡേയ്സിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ഫയർ ക്രാക്കറിൻ്റെ റെഡ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ റെഡും അതുപോലെ തന്നെ വൈറ്റും ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്, പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത്. നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ പൂക്കൾ കാണാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. ഫയർ ക്രാക്കറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന ഡോൾ പ്ലാന്റ് ആണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ചൈന ഡോൾ. ഒരുപാട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇലയ്ക്ക് ആ ഒരു മഞ്ഞ കളറൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചൈന ഡോളിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ചേഞ്ചിങ് റോസ് അല്ലെങ്കിൽ മാജിക് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത പൂക്കൾ വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ല വൈറ്റ് കളറായിരിക്കും. സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് പിങ്ക് കളറിലേക്ക് മാറും. വൈകുന്നേരം ആകുമ്പോൾ നല്ല ഒരു പിങ്ക് കളറ് പൂക്കളായിരിക്കും കാണുക. അപ്പോൾ ആ പൂക്കൾക്ക് വരുന്ന ആ ഒരു കളർ ചേഞ്ച് കൊണ്ടാണ് ചേഞ്ചിങ് റോസ് എന്ന പേര് വന്നിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് വള്ളിപ്പിച്ചിയാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക. ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് വരുന്നത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. ഒരു ആപ്പിൾ ഷേപ്പിൽ കായ്കൾ, നല്ല ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ കായ്കൾ വരിക. എഡിബിളായിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നന്ദ്യാർ വട്ടത്തിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. സെയിം പൂക്കൾ തന്നെയാണ്, പക്ഷേ പ്ലാന്റ്സിൻ്റെ ലീഫിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ പൂക്കളാണിത്. ഒരു പിങ്ക് നിറത്തിൽ നിറയെ പൂക്കൾ തരും. ഒരുപാട് വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണ് നിക്കോഡിയ പ്ലാന്റ്സ്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ അതനുസരിച്ച് മാത്രം വെള്ളം കൊടുക്കുക. അതുപോലെ ലീഫ് കാണാനും പ്രത്യേക ഭംഗിയാണ്. ആഷ് കളറിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. പൂക്കളില്ല എങ്കിൽ പോലും ചെടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സയാഗ്ര പാമാണ്. നമുക്ക് ഇൻഡോറിലോ അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലോ ഒരുപാട് സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നല്ലൊരു പാം വെറൈറ്റിയാണ്. ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സയാഗ്ര പാം. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും അയക്കുന്ന പ്ലാന്റ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മരമുല്ലയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ മരമുല്ല പോലെ ഒരുപാട് വലുപ്പം വെക്കുന്ന പ്ലാന്റ് അല്ല. നമുക്ക് ചെറിയ ചട്ടിയിൽ വരെ ഒതുക്കി വളർത്താൻ പറ്റും. അതുപോലെ തന്നെ പൂക്കളും തരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പം മരമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള മിനിയേച്ചർ വെറൈറ്റിക്ക് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഓർക്കിഡ് റോസ് പ്ലാന്റ് ആണ്. മുള്ളില്ലാത്ത റോസാണ് ഓർക്കിഡ് റോസ്. അതുപോലെ പൂക്കൾ ഇതുപോലെ കൊലകളായിട്ട് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഡെൻഡ്രോബിയം ഓർക്കിഡ് പോലെ തന്നെ തുടരെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ്. അപ്പോൾ ഇതാണ് സൈസ് വരിക. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. 140 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരുന്നത് പെനിവേർട്ട് പ്ലാന്റ് ആണ്. പെനിവേർട്ട് നമുക്കൊരു വാട്ടർ പ്ലാന്റ് ആയിട്ടോ അതല്ല എങ്കിൽ നമുക്ക് ഇൻഡോറിലൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്തോ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെനിവേർട്ട് പ്ലാന്റിൻ്റെ. ഇതാണ് സൈസ് വരിക. ഈ ഒരു പോട്ടിലുള്ള അത്രയും പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ പെനിവേർട്ടിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. നമുക്കിത് മറ്റു പൂച്ചെടികൾ നടുന്നതുപോലെ തന്നെ മുറ്റത്ത് നട്ടു കൊടുക്കാം. അതോടൊപ്പം തന്നെ എഡിബിളായിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. വളരെ ചെറിയ കായകളാണ് ഇതിലുണ്ടാവുക. മറ്റു ഫ്രൂട്ട്സ് പോലെ ഒരുപാട് വലുപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പൂക്കൾ ചെടി നിറയെ ഒരുമിച്ചാണ് പൂത്ത് കായകളാകുക. ആ ഒരു സമയത്ത് നിറയെ തേനീച്ചകളും വണ്ടുകളും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലൊരു പൂച്ചെടിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ പൂച്ചപ്പഴത്തിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അയക്കുക. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂച്ചപ്പഴത്തിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകൾക്ക് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബേബി സൺറോസിൻ്റെ റെഡ് കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 30 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ബാംബു വെറൈറ്റി ആണ്. അതുപോലെ തന്നെ വേരിഗേറ്റഡ് പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു കേളി ടൈപ്പ് അരേലിയ പ്ലാന്റ് ആണ്. ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും ഇതിൻ്റെ മെച്ചൂർഡ് ആയിട്ടുള്ള ലീഫിന് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 45 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് പൈപ്പർ ഓർണാറ്റം പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടോ അതല്ലെങ്കിൽ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ഇൻഡോറിലോ ഒക്കെ വയ്ക്കാൻ പറ്റും. ഒരുപാട് സൺലൈറ്റ് വേണ്ടാത്ത പ്ലാന്റ് ആണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കാറ്റ്സ്ക്ലോയുടെ തൈകളാണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ. പടർന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുഴുവനായിട്ട് പൂക്കൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ലെൻഡാന പ്ലാന്റ്സ് ആണ്. ലെൻഡാനയുടെ 3 കളേഴ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തേത് റെഡ് കളർ. ഇത് ഓറഞ്ച് കളറല്ല, നല്ല ഡാർക്ക് റെഡ് കളറാണ്. സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ആ ഒരു റെഡ് കളറിലേക്ക് മാറുകയുള്ളൂ. രണ്ടാമത്തെ കളർ വരുന്നത് യെല്ലോ കളറാണ്. ഇതും നല്ല ഭംഗിയുള്ള കളറാണ്. ലെൻഡാന പ്ലാന്റ്സിനെല്ലാം സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ കളർ വരുന്നത് യെല്ലോ കളറാണ്. മൂന്നാമത്തെ കളർ വരുന്നത് വയലറ്റ് കളറാണ്. ഈ 3 കളേഴ്സാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. വൈറ്റും കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. ഒരുപാട് പ്ലാന്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഈ 3 പ്ലാന്റാണ് ലെൻഡാനയുടെ കളർ വെറൈറ്റി വന്നിരിക്കുന്നത്. 40 രൂപ വീതമാണ് ലെൻഡാന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരിക. അടുത്തതായിട്ട് വെർബീന പ്ലാന്റ്സിൻ്റെ തൈകളാണ്. വെർബീനയുടെ 3 കളേഴ്സാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ കളർ വരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ്. കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് വെർബീനയുടെ വയലറ്റ് കളർ. ഏറ്റവും ചെറിയ പൂക്കൾ തരുന്നത് ഈ ഒരു വയലറ്റ് കളറിനാണ്. അപ്പോൾ ഇതിൻ്റെ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളറിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. രണ്ടാമത്തെ കളർ വരുന്നത് ഡബിൾ കളറാണ്. വയലറ്റും അതുപോലെ തന്നെ വൈറ്റൂടെ ചേർന്നാണ് ഇത് പൂക്കളിൽ വരിക. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കൂടുതൽ പേരും ചോദിക്കാറുള്ള ഒരു കളറാണ് ഡബിൾ കളർ. അതുപോലെ തന്നെ എനിക്കും ഏറ്റവും കൂടുതൽ വെർബീന പ്ലാന്റ്സിൽ ഇഷ്ടമുള്ള ഒരു കളറാണിത്. വെർബീന പ്ലാന്റ്സ് എല്ലാം തന്നെ നാടൻ വെറൈറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. അടുത്ത കളറ് റെഡ് കളറാണ്. ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു കളർ തന്നെയാണ്. വെർബീന പ്ലാന്റ്സിൽ പൂക്കൾക്ക് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ളത് ഈ ഒരു റെഡ് കളറിനാണ്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഈ 2 കളേഴ്സ് ഡബിൾ കളറും അതുപോലെ തന്നെ റെഡ് കളറിലും ഉള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപ വീതമാണ്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്ത പ്ലാന്റ് ഒരു കെയിൻ ബിഗോണിയ ആണ്. ഒരു പിങ്ക് നിറത്തിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുക. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് പീകോക്ക് ഫേൺ ആണ്. ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുക. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരുന്നത് റെയിൻ ലില്ലിയുടെ വൈറ്റ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. റെയിൻ ലില്ലി പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ നിറയെ പൂക്കൾ തരുന്ന ഒരു സമയമാണ്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ബൾബോട് കൂടിയ ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. 15 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റോക്സിൻ്റെ തൈകളാണ്. നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് സ്റ്റോക്സ് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുക. 65 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മാൻഡിവില്ലയുടെ യെല്ലോ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് മാൻഡിവില്ലയുടെ പൂക്കൾ വരിക. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഗാർലിക് വൈൻ ആണ്. വെളുത്തുള്ളി ചെടി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.